സിനിമാ മേഖലയിൽ നിന്നാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുവിടുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് നടി അപ്പീൽ നൽകിയത്. ഹർജി നൽകിയതിന് പിന്നാലെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സർക്കാർ തടഞ്ഞിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നവമി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്താകും, അത് പുറത്തു വിടുമോ എന്നൊക്കെയുള്ള കാര്യം. എന്തായാലും രഞ്ജിനിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അത് പുറത്തു വിടരുതെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷെ പുറത്തു വിടരുതെന്നല്ല താൻ പറഞ്ഞത്. അത് പുറത്തു വിടുന്നതിന് മുൻപ് പറഞ്ഞ മൊഴി അതെന്താണ് എന്നുള്ളത് ഏത് രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു സുതാര്യത വേണം, അതിന്റെ ഒരു കോപ്പി വേണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് രാമേന്ദ്രനുമായി നടത്തിയ അഭിമുഖത്തിൽ നമ്മളോട് ന്യൂസ് 8 അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്താണ് നവമി ഈ കോടതിയിലേക്ക് ഇന്ന് കേസ് എത്തുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? വെരി ഗുഡ് മോർണിംഗ് അശ്വതി കൃഷ്ണേന്ദു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ദിവസങ്ങളായി മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരും ഹൈക്കോടതിയും ഒക്കെ വീണ്ടും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ആദ്യത്തെ തവണ നമുക്കറിയാം നിർമ്മാതാവായ സജിമോൻ പാറയിൽ ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. അത് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി തൽക്കാലം ഈ ഒരു കേസ് പരിഗണിക്കുന്നത് വരെ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറയുന്നു. അതിനുശേഷം ഹർജി തള്ളുന്നു. പിന്നീട് സർക്കാരിനോട് പറയുന്നു ഇനി റിപ്പോർട്ട് പുറത്തുവിട്ടേക്കാൻ. അതിനുശേഷം കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടാൻ 11 മണിക്ക് പുറത്തുവിടും. അതുകൊണ്ട് വിവരാവകാശ പ്രകാരം ഇത് അപേക്ഷിച്ച മാധ്യമപ്രവർത്തകരോട് സാംസ്കാരിക വകുപ്പ് ഓഫീസിലേക്ക് 11 മണിക്ക് എത്താൻ പറയുന്നു. പക്ഷേ തലേ ദിവസം നടി രഞ്ജിനി ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നു. എന്തായാലും പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിയത് ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ സർക്കാർ പറയുന്നത് കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു ഹർജി ആയതിനാൽ അല്ലെങ്കിൽ കേസ് ആയതിനാൽ അതിലൊരു അന്തിമമായിട്ടുള്ള ഒരു വിധി വന്നതിന് ശേഷം മാത്രമായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളത്. എന്തായാലും ഹൈക്കോടതി അവസാനം സർക്കാരിന് കൊടുത്ത സമയം നാളെയാണ് അവസാനിക്കുക. ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഹൈക്കോടതി ഉത്തരവിടുക, അല്ലെങ്കിൽ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശം എന്ന് ഏവരും ഒറ്റുനോക്കുകയാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ വിമർശനമാണ് സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ഒപ്പം സിനിമയിലെ പല പ്രമുഖർക്കുമെതിരെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ നടി രഞ്ജിനി അടക്കമുള്ളവർ പറയുന്നത് തങ്ങൾ പുറത്തുവിടരുത് എന്ന് പറയുന്നില്ല, കാരണം ഇത് പുറത്തുവിടേണ്ട ഒരു റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ തങ്ങൾ ചില വ്യക്തികൾക്കെതിരെ നടത്തിയ പരാമർശം അത് പുറത്തു വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് മാത്രമാണ് തങ്ങളുടെ ആശങ്ക. അത് പരിഹരിക്കപ്പെട്ടതിന് ശേഷം ഈ റിപ്പോർട്ട് പുറത്തുവിടാമെന്നാണ് രഞ്ജിനി മാധ്യമങ്ങളോടക്കം പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. പക്ഷേ ചില വ്യക്തികൾക്കെതിരെയുള്ള പരാമർശം അത് പുറത്തു വന്നാൽ അത് തങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ളൊരു ആശങ്ക മാത്രമാണ് രഞ്ജിനി അടക്കമുള്ള നടിമാർ ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു റിപ്പോർട്ട്, അതായത് വിവരാവകാശ കമ്മീഷൻ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു ഈ ഒരു റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് ചില വ്യക്തികളെ പരാമർശിക്കുന്ന ഭാഗങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്ന്. അങ്ങനെയെങ്കിൽ ചില പേരുകളും അല്ലെങ്കിൽ ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില രീതിയിലുള്ള ലൈംഗിക ആരോപണ പരാതികൾ തെളിവ് സഹിതം അടങ്ങിയതാണ് ഈ റിപ്പോർട്ട്. അതൊക്കെ മറച്ചുവെച്ച് അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് ഇത് ഭയപ്പെടുന്നത്? പിന്നെ ആർക്കാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഭയപ്പാട് എന്ന ചോദ്യം ഇവിടെ പ്രധാനമായും ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ന് 10 മണിക്ക് അറിയാം എന്താണ് രഞ്ജിനിയുടെ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരാമർശം അല്ലെങ്കിൽ വിധി. വീണ്ടും പിന്നീട് ഒരിക്കലേക്ക് മറ്റൊരു ദിവസത്തേക്ക് ഈ ഹർജി വിശദമായ വാദത്തിനായി പരിഗണിക്കുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാൻ ഇനിയും വൈകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അശ്വതി. നവമി, അതുപോലെ ഈ മേഖലയിലെ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ അതിനെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ടോ നവമി?
കൃഷ്ണേന്ദു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടി രഞ്ജിനി, ഭാഗ്യലക്ഷ്മി അടക്കമുള്ള സിനിമയിലെ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അവർക്ക് ഒരേ സ്വരത്തിൽ പറയുന്നത് തങ്ങളടക്കമുള്ള പല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ ചിലർക്കെതിരെ അല്ലെങ്കിൽ സിനിമയിൽ നടക്കുന്ന അനീതികൾക്കെതിരെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അത് വളരെ രഹസ്യമായി തന്നെയാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയിരുന്നത്. പക്ഷെ അത് പുറത്തു വരുമ്പോൾ, അത് തങ്ങൾ വിശ്വസിച്ച് പറഞ്ഞതാണ്, പക്ഷെ അത് പുറത്തു വരുമ്പോൾ ചില പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ പുറത്തു വന്നാൽ തങ്ങൾക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ റിപ്പോർട്ട് തങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൽ പല വിധത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ തന്നെ സ്ത്രീകൾ ഈ സിനിമാ മേഖലയിൽ നേരിടുന്നുണ്ട്. മറ്റൊന്ന് ഈ വേതനം, ശമ്പളം നൽകുന്നതിലെ വേർതിരിവ്, കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തെളിവുകൾ, ഓഡിയോ സംഭാഷണങ്ങൾ അടക്കം അല്ലെങ്കിൽ ചാറ്റുകൾ അടക്കമാണ് കമ്മീഷന് മുന്നിൽ നൽകിയിട്ടുള്ളത്. അതൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ പലർക്കുമെതിരെ നിയമ നടപടികളിലേക്ക് പോകാൻ വരെ സർക്കാരിന് പ്രേരിതമാകും. അതിലേക്ക് പോകാൻ തങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനേതൊക്കെ രീതിയിൽ പരിഹാരമുണ്ടാക്കാം എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. അത് പുറത്തുവിടുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമില്ല എന്നുകൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവരെ ആശങ്കപ്പെടുത്തുന്നതും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 4.5 വർഷം കഴിഞ്ഞിട്ടും പിന്നീട് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറയുന്ന സമയങ്ങളിൽ മാത്രം ഇത്തരത്തിൽ ഹർജി സർക്കാരിന് മുന്നിൽ, കോടതിക്ക് മുന്നിൽ പോകുന്നത്? അതിലാണ് ദുരൂഹതയായി ഇപ്പോഴും അതാണ്. അത് തന്നെയാണ് നവമി പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞത് എടുക്കുകയാണെങ്കിൽ ഇത് ഇപ്പൊ പുറത്തുവിടും എന്ന് നമ്മൾ തന്നെ ഇങ്ങനെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകരൊക്കെ പല രീതിയിലുള്ള കമന്റുകളും ട്രോളുകളും ഒക്കെ എടുക്കും. തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുന്നവരാണ്. ആ സ്ഥിതിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്.